എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ പുതിയ ട്രാൻസ്ഫർമേഷനിൽ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ആ വില്ലനാണെങ്കിൽ നറൂട്ടോയെ കാണേണ്ട താമസം അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം അവന്റെ അൾട്ടിമേറ്റ് പവർ ഉപയോഗിച്ചാണ് അവൻ നറൂട്ടോയെ ലോക്ക് ചെയ്തത്. ആ ഒരു ലോക്ക് അതുപോലും നറൂട്ടോയ്ക്ക് തകർക്കാൻ കഴിയുമെങ്കിൽ അവന്റെ പവർ അത് വേറെ ലെവലാണെന്ന് അവൻ തിരിച്ചറിയും. നറൂട്ടോയുടെ നിൽപ്പും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ സാസുവയ്ക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നും. അവനാണെങ്കിൽ ടെൻഷനായിട്ട് ഉച്ചത്തിൽ ചോദിക്കും, നറൂട്ടോ സത്യം പറയും, നിനക്ക് എന്താ സംഭവിച്ചേ? അതിന് നറൂട്ടോ ആണെങ്കിൽ മറുപടി ഒന്നും പറയാതെ വില്ലൻ കിസുകിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കിസുക്കി നറൂട്ടോയെ അടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അത് കണ്ട നറൂട്ടോ ആണെങ്കിൽ ബൊറൂട്ടോയെ സേഫാക്കി സാസുകയുടെ അടുത്തേക്ക് മാറ്റുകയാണ്. കാമയാണെങ്കിൽ നറൂട്ടോട് പറയും, എന്റെ പവർ അത് മുഴുവനായിട്ടും ഞാൻ നിന്റെ ബോഡിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മുടെ രണ്ടുപേരുടെ ലൈഫ് തന്നെ നമുക്ക് നഷ്ടമായേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നല്ല ഫോഴ്സിൽ അവന്റെ പവർ അയച്ചുകൊണ്ടേയിരിക്കും. ആ വില്ലൻ ക്ലോസ് തന്നെ താമസം. നറൂട്ടോ ആണെങ്കിൽ നൈൻറ്റെയിലെ ഫുൾ ഫോം പവറിൽ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. രണ്ടുപേരും അങ്ങനെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യും. നറൂട്ടോയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർമേഷൻ ആണ്. ഇതിന്റെ ലിമിറ്റ് അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ നിന്റെ ഓരോ മൂമെന്റും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. വില്ലൻ കിസുക്കി ആണെങ്കിൽ ആ വലിയ കട്ടകൾ അത് വീണ്ടും നറൂട്ടോയ്ക്ക് നേരെ അയക്കുകയാണ്. പക്ഷെ ഇത്തവണ നറൂട്ടോ ആ കട്ടകൾ തൂക്കിയെടുത്ത് വില്ലന്റെ നേർക്ക് തന്നെ അയക്കും. വില്ലനാണെങ്കിൽ ഞൊടിയിടയിൽ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സാസുവയ്ക്കാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവൻ കണ്ണുമ ചിമ്മാതെ അങ്ങനെ ആ ഫൈറ്റ് തന്നെ നോക്കി നിൽക്കും. കിസുക്കി ആണെങ്കിൽ ഇപ്പൊ അവന്റെ റാഡുകൾ വലിച്ചെറിയും. അത് സിമ്പിളായിട്ട് നറൂട്ടോ ക്യാച്ച് ചെയ്ത് അവനെ ഫൈറ്റ് ചെയ്യാനായിട്ട് വിളിക്കുക. അവനെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് വെല്ലുവിളിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ കൺഫ്യൂഷൻ. ബൊറൂട്ടോ സാസുകയോട് അവിടെ എന്താ നടക്കണം ചോദിക്കും. സാസുവയ്ക്കാണെങ്കിൽ അതെങ്ങനെ വിശദീകരിക്കണം എന്നറിയില്ല. കാരണം അവന്റെ ശരീരം കണ്ണിന് പോലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ കഴിയാത്ത റാഡുകളെ നറൂട്ടോ അവനവന്റെ പുതിയ പവർ വെച്ച് ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് ഇപ്പൊ എല്ലാവരും ഞെട്ടിക്കുകയാണ്. അതിന് സാസുകയാണെങ്കിൽ അവനോട് പറയും, നറൂട്ടോ അവന്റെ അൾട്ടിമേറ്റ് ട്രാൻസ്ഫർമേഷനിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പവറിൽ അവനെ കാണുന്നത്. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഇപ്പൊ നറൂട്ടോയെ കാണിക്കും. വില്ലൻ എറിയുന്ന ഓരോ റാഡും ഈസി ആയിട്ട് തട്ടി മാറ്റി പവർഫുള്ളായ പഞ്ച് കൊടുത്ത് ഓരോ ഭാഗത്തേക്ക് അവനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. വായിലൂടെ ചോര തുളുമ്പി ആ വില്ലൻ അവൻ അങ്ങനെ നറൂട്ടോയെ തന്നെ നോക്കും. നറൂട്ടോ ആണെങ്കിൽ ആ വില്ലന്റെ പിന്നാലെ പോയി കോമ്പിനേഷൻ അറ്റാക്ക് ഒക്കെ ഉപയോഗിച്ച് അവനെ തകർക്കുകയാണ്. അതിനുശേഷം റസൻഗൺ അതങ്ങനെ ഈ പവറിൽ കൊണ്ടുവന്ന് അവന്റെ ബോഡിയിൽ വെച്ച് ആഞ്ഞൊരു അടി. അവന്റെ ആ ഒരു അടിയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. നറൂട്ടോ ആണെങ്കിൽ സ്റ്റൈലായി അങ്ങനെ നടന്നു വരും. കട്ട് ചെയ്താ ഇവിടെ ആമടോ ആള് കവാക്കിയോട് ചോദിക്കും, നിന്റെ കയ്യിലുള്ള ആ സ്പെഷ്യൽ ആം അത് ചക്ര പവർ വെച്ചാണോ വർക്ക് ആവണേ? ഇതിന് കവാക്കി ആണെങ്കിൽ മറുപടി പറയില്ല. ഉടനെ കട്ടാസ്കി ഡോക്ടർ, ആക്ച്വലി ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആമാണ്. നറൂട്ടോയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ കവാക്കിയുടെ കൈ അത് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നറൂട്ടോ ഈ ഒരു കൈ അത് കവാക്കിക്ക് കൊടുത്തു. നറൂട്ടോയുടെ ചക്ര പവർ മൂലമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഡോക്ടറിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര അത്ഭുതം. അവൻ ആ ഒരു ആമിലേക്ക് തന്നെ നോക്കും. അടുത്ത നിമിഷം ആ ആം അതങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഉടനെ എല്ലാവരും ഷോക്കായിട്ട് ആ കൈകളിലേക്ക് നോക്കുകയാണ്. അവർക്ക് മനസ്സിലാവും നറൂട്ടോയുടെ പവർ അത് കുറഞ്ഞു വരികയാണ്. കട്ട് ചെയ്ത ഉടൻ നറൂട്ടോ അവൻ പവറൊക്കെ കുറഞ്ഞ് ട്രാൻസ്ഫർമേഷനിൽ നിന്ന് പതിയെ പതിയെ നോർമലായി താഴേക്ക് വീഴുകയാണ്. ആ വില്ലനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ചിരിക്കും. പക്ഷെ അടുത്ത നിമിഷം വില്ലന്റെ ഓരോ ബോഡി പാർട്ടും അതങ്ങനെ തകർന്ന് അവൻ ചോര ഛർദ്ദിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ലാസ്റ്റ് ടൈമും വിടാതെ അവനെ അച്ചറം പൊച്ചറ അട്ടിക്കുകയാണ്. കുറാമ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആ സമയം അവന്റെ മനസ്സിലേക്ക് കടന്നു വരും. ആക്ച്വലി ഈ ഒരു പവർ അത് നമ്മുടെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത്. ഈ ഒരു പവറിലൂടെ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാവും. ഇസുകി വില്ലനാണെങ്കിൽ ഒരുപാട് തവണ അവന്റെ ഫൈറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ നറൂട്ടോ അവനെ വിട്ടുകൊടുക്കാതെ പിടിച്ചു വലിച്ച് നിലത്തിട്ട് ചവിട്ടി അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ബോഡിയിൽ നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെടും. മാത്രമല്ല അവന്റെ പവർ നന്നായിട്ട് ഇപ്പൊ ഡ്രോപ്പ് ആവുകയാണ്. ഇവിടെ കവാക്കി ആണെങ്കിൽ ടെൻസ്ഡ് ആവും. എനിക്ക് എത്രയും വേഗം ഹൊക്കാഗിയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് കവാക്കി അവന്റെ ലാസ്റ്റ് പവർ ഉപയോഗിച്ച് പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നറൂട്ടോയുടെ അടുത്തേക്ക് തന്നെ കടന്നു വരികയാണ്. ഇവിടെ ഡോക്ടറിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആളങ്ങനെ ഷോക്കായിട്ട് ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. ഇതാ ഇവിടെ നറൂട്ടോ ആണെങ്കിൽ കവാക്കിയെ കണ്ട് ഷോക്കാവും. വില്ലനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇവന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കാത്തിരുന്നത്. എന്റെ വെസൽ അത് ഒടുവിൽ എന്റെ അടുത്തേക്ക് തന്നെ വന്നു എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് ചിരിക്കുകയാണ്. ബൊറൂട്ടോയും സാസുകയും അവരെല്ലാവരും ഇപ്പൊ ആ കാഴ്ച കണ്ട് ടെൻഷൻ ആവുകയാണ്. ഇവിടെ ഡോക്ടർ ആണെങ്കിൽ അവരോട് പറയും, നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് എന്താ നടക്കണമെന്ന് നോക്കാം. ഇസുക്കി വില്ലനാണെങ്കിൽ സന്തോഷത്തില് കവാക്കിയുടെ അടുത്തേക്ക് വരും. എന്റെ അടുത്ത് ഇനി കുറച്ച് മിനിറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയും ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിന്ന എന്റെ ഉള്ള സ്ട്രെങ്ത് കൂടെ ഇല്ലാതാവും.
എത്രയും വേഗം അവന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്യണം. ഒരു ഗോൾഡൻ ചാൻസ് ആണ്, ഇത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. കവാക്കി ആണെങ്കിൽ ഇപ്പൊ അവൻ നോക്കി ടെററായിട്ട് ചിരിക്കും. ഒരു കാരണവശാലും എന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്യാൻ പോയിട്ട് നിനക്കെന്നെ ടച്ച് ചെയ്യാൻ പോലും സാധിക്കില്ല. നറൂട്ടോ ആണെങ്കിൽ വിളിച്ചു പറയും, കവാക്കി എത്രയും വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെട്. കവാക്കി ആണെങ്കിൽ ചിന്തിക്കാതെ അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. അത് കേട്ട വില്ലനാണെങ്കിൽ നറൂട്ടോയെ ആഞ്ഞടിക്കും. ആ അടിയിൽ നറൂട്ടോയുടെ മുഴുവൻ പവറും അങ്ങനെ ഡ്രൈനായി പോവാണ്. വില്ലനാണെങ്കിൽ ഞൊടിയിടയിൽ കവാക്കിയെ ഫോളോ ചെയ്ത് വന്ന് അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തും. അത് കണ്ട സാസുക അവൻ ടെലിപ്പോർട്ടേഷൻ പവർ അതുപയോഗിച്ച് അവനെ അങ്ങനെ ചേഞ്ച് ചെയ്യാണ്. ഇപ്പൊ അവന് പകരം സാസുകയായിരിക്കും ആ വില്ലന്റെ കയ്യിൽ പെട്ടിരിക്കുക. വില്ലൻ കിസുകയാണെങ്കിൽ അവനെ തന്നെ പോയിന്റ് ചെയ്ത് നിൽക്കും. അത് കണ്ട സാസുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം ബോംബ് അവിടെ പൊട്ടിക്കും. സോ അവിടെ മുഴുവൻ സ്മോക്ക് ഫില്ലായി ഇപ്പൊ അവന്റെ വിഷൻ അത് മറഞ്ഞു പോവാണ്. സാസുക പറയും, ഇനി അവശേഷിക്കുന്നത് ഏതാനും മിനിറ്റ്സ് മാത്രമാണ്. ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം കവാക്കി നിനക്ക് കിട്ടില്ല. അവൻ രക്ഷപ്പെട്ടിരിക്കും. അതിനാ വില്ലനാണെങ്കിൽ സാസുകയെ അറഞ്ചം പുറഞ്ച അടിച്ച് ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം കവാക്കിയുടെ പിന്നാലെ പോവാണ്. സാസുകയാണെങ്കിൽ വിളിച്ചു പറയും, കവാക്കി അവൻ പിന്നാലെ തന്നെ ഉണ്ട്. കുറച്ച് മിനിറ്റ് കൂടെ നീ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു മാറ്. തീർച്ചയായിട്ടും അവന് തന്നെ ടേക്ക് ഓവർ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഫുൾ കലിപ്പില് ഒച്ചത്തില് കവാക്കിയെ നിലവിളിക്കും. ഇപ്പോൾ പോയ വില്ലനാണെങ്കിൽ ഇപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് റാഡ്സ് അവിടെ എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യും. ആ റാഡ്സ് ഉപയോഗിച്ച് അവന് കവാക്കിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയും. ഇവിടെ കവാക്കി ആണെങ്കിൽ ആ റാഡ് കണ്ട് പേടിച്ച് മുൻപോട്ടേക്ക് നിർത്താതെ ഓടും. കവാക്കിക്കാണെങ്കിൽ ആ റാഡുകൾ കാണുമ്പോൾ ജീവനെ ആയിരിക്കും ഓർമ്മ വരിക. അവൻ സേഫ് ആയിട്ടൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇവിടെ ജീവൻ അവനാണെങ്കിൽ ചോരയൊക്കെ തുളുമ്പി അങ്ങനെ നിൽക്കും. കവാക്കി, എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ ചാടി വന്ന് നറൂട്ടോയുടെ ദേഹത്ത് ആഞ്ഞ് ചവിട്ടുകയാണ്. ആ ഒരു ചവിട്ടില് നറൂട്ടോയുടെ ബോഡിയിലുള്ള ചക്ര ഫ്ലോ അത് തന്നെ സ്റ്റോപ്പ് ആവും. അടുത്ത സെക്കൻഡ് തന്നെ കവാക്കിയുടെ ആം അതങ്ങനെ ഊർന്ന് താഴെ വീഴുകയാണ്. ആ വില്ലനാണെങ്കിൽ നിലവിളിച്ച് പറയും, കവാക്കി നിനക്ക് ഒരുപാട് പ്രിയപ്പെട്ടവനല്ലേ ഈ നറൂട്ടോ. നിനക്ക് ഞാൻ 20 സെക്കൻഡ് തരും. അതിനുള്ളിൽ നീ വന്നിട്ടില്ല എങ്കിൽ ഇവനെ ഞാൻ കൊന്നു കളയും. അത് കേട്ട് കവാക്കി അവൻ ഒരു സെക്കൻഡ് ജീഗനെ കുറിച്ച് ആലോചിക്കുകയാണ്. ജീഗനാണെങ്കിൽ അവൻ എപ്പോഴും ട്രെയിനിങ്ങിന് അവനെ വിളിച്ചുകൊണ്ടിരുന്നത് അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫിഷിന്റെ പോട്ട് അത് ഉടയ്ക്കുന്നതായിട്ട് കാണിച്ച് അവനെ ത്രട്ടൺ ചെയ്താണ്. അത് മാത്രമല്ല അവനെ കൂടുതൽ ഹേർട്ട് ചെയ്യാനായിട്ട് അവൻ ആ ഒരു ഫിഷിനെ നിലത്തേക്കിട്ട് കൊന്നുകളയാണ്. പിന്നീട് കവാക്കി പിടിച്ച് വലിച്ച് അവൻ അറഞ്ചം പുറഞ്ച അടിക്കും. കട്ട് ചെയ്ത ഇപ്പൊ കവാക്കി നറൂട്ടോയുടെ കൂടെ ഉണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് അതങ്ങനെ ആലോചിക്കുകയാണ്. താഴെ വീണുപോയ ആം അതങ്ങനെ ചേർത്ത് പിടിക്കും. അവൻ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് കൗണ്ട് ചെയ്ത് തീർക്കുന്നതിന് മുൻപ് തന്നെ വില്ലന്റെ മുൻപിലേക്ക് വരികയാണ്. സാസുയ്ക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ കവാക്കിയെ കാണിക്കും. കവാക്കി ആണെങ്കിൽ ആ പ്രോസ്തറ്റിക് ആം അതങ്ങനെ ോട് ചേർത്ത് പിടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.